ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കുക. നന്നായിട്ട് പൊരിച്ചെടുക്കൊന്നും വേണ്ട, ഒരു ഹാഫ് വേവിൽ ഈ ചെമ്മീനൊന്ന് വറുത്തെടുക്കുക. ഈ ചെമ്മീനിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കണം. ആ ബൗളിൽ തന്നെ 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 ടീസ്പൂണ് വിനാഗിരി, പിന്നെ ഇത് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ചെമ്മീൻ ഏകദേശം ആയിക്കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ചെമ്മീൻ വറുത്ത ചട്ടി തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു മീഡിയം സൈസുള്ള സവാള, പിന്നെ ഒരു 10 ചെറിയുള്ളി, 10 വെളുത്തുള്ളി, ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. എന്നിട്ടിത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വാട്ടിയെടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടുക. ഉള്ളിയൊക്കെ ഏകദേശം ആയി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് ഇതിൽ കിടന്നിട്ടൊന്ന് വേവണം. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീനിലെ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടോ. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി, ചോറ്, ഇതിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അവസാനം ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി ആയിട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.